ദേ നമുക്കൊരു ചപ്പാത്തി റാപ്പ് ഉണ്ടാക്കിയാലോ. വെറും ചപ്പാത്തി റാപ്പല്ല, ചപ്പാത്തി ചിക്കൻ റാപ്പാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള പീസ് സ്ലൈസ് ചെയ്തിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കളറിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഉപ്പ്, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തായിരുന്നു കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം എനിക്ക് കുറച്ച് എരിവ് കൂടുതലായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ റാപ്പിൽ വെക്കാൻ ആവശ്യമായിട്ടുള്ള വെജീസ് വെക്കാം. ലൈക്ക് ക്യൂക്കമ്പർ, പിന്നെ ക്യാബേജ്, ലെറ്റ്യൂസൊക്കെ വെക്കാം. എനിക്കിവിടെ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ടിട്ടേ. പിന്നെ അത് ക്യാരറ്റും ഈ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മയോയും പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു സ്പ്രെഡും കൂടി ഉണ്ടാക്കിയായിരുന്നു. മയോണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ടൊരു സ്പ്രെഡും കൂടി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ, അതർവൈസ് ഇതൊരു ഹെൽത്തി റാപ്പാണല്ലോ. പിന്നെ അപ്പം നമ്മൾ ചപ്പാത്തി വെച്ചു. ചപ്പാത്തിയിലേക്ക് ഞാൻ ഉണ്ടാക്കിയ ആ സ്പ്രെഡ് ആദ്യം നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ്റെ മിക്സും കൂടി വെച്ചിട്ട് റാപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ റാപ്പ് റെഡിയായി. അപ്പോൾ ചപ്പാത്തി ചിക്കനായിട്ട് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇത് ഒരു ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മുടെ മയോയും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റാപ്പാണ് കേട്ടോ ഇത്. കൂടെ കുറച്ചധികം വെജീസും വേണമെങ്കിൽ എഗ്ഗൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. മുട്ട പുഴുങ്ങിയിട്ട് ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാലൊക്കെ അടിപൊളിയായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.